ഹായ് ഹലോ മമ്മി. ഒരു പ്രതീക്ഷയില്ലാതെ അറ്റ്ലീസ്റ്റ് അതിന്റെ ട്രെയിലറോ ടീസറോ പോലും കാണാതെ പോയി കണ്ടിട്ടുള്ള സിനിമയാണ് ഹലോ മമ്മി. നല്ല ഗംഭീര സിനിമയായിരുന്നു. പക്ഷെ സിനിമയെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയണം. നിങ്ങൾ ഈ സിനിമയ്ക്ക് എടുക്കുന്ന ടിക്കറ്റിന്റെ പൈസ ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മുതലാവും. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ്. ചിരിച്ച് ചിരിച്ച് ചിരിച്ചൊരു വഴിക്ക്, അതായത് ഒരു കൗണ്ടറിന്റെ കോമഡി, അത് ചിരിച്ച് കിതപ്പ് മാറുന്നതിന് മുമ്പ് അടുത്ത കോമഡി, വായിന്ന് ഓരോ വീഴുന്ന ഓരോ അക്ഷരവും ചിരിപ്പിക്കുക എന്ന് പറയില്ലേ, അത്തരത്തിലാണ് ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ ജോണർ എന്ന് പറയുന്ന ഒരു ഹൊറർ മിസ്റ്ററി കോമഡി ജോണറാണ്. മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഹൊറർ കോമഡി നമുക്ക് വേണമെങ്കിൽ പറയുന്ന രീതിയിലുള്ള ഒരു ജോണറാണ്. എന്നാൽ ഈ ഹൊറർ മിസ്റ്ററി കണ്ടന്റിനെ അല്ലെങ്കിൽ ആ ഒരു എലമെന്റിനെ മറ്റ് സിനിമയിൽ നിന്ന് കാണിക്കുന്നതിന് വ്യത്യസ്തമായി ആ ഹൊറർ അല്ലെങ്കിൽ മിസ്റ്ററി അതുപോലെ നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് അതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. എന്ത് ഡിഫറെന്റ് ആയിട്ടാണ് കാണിക്കണമെന്ന് അറിയാം. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ ക്ലീഷയൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഫസ്റ്റ് ഹാഫ്, ത്രൂ ഔട്ട് ഈ ഫസ്റ്റ് ഹാഫ് മുഴുവൻ തുടക്കം മുതൽ അവസാനം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം മുതലേ കോമഡി ഉണ്ടെങ്കിൽ പോലും ഫസ്റ്റ് ഹാഫ് ഒരു ഏകദേശം പകുതിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ചിരി നിർത്താൻ കഴിയില്ല. ചിരിച്ചാ പിന്നെ ചിരി നിർത്താൻ പറ്റില്ല എന്ന് പറയില്ല, അത്തരത്തിലാണ് ഫസ്റ്റ് ഹാഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ എടുത്ത് പറയേണ്ട പേര് ഒന്ന് അതിരി ജോസ്, രണ്ട് നമ്മുടെ ജോമോൻ ജ്യോതിർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ യൂട്യൂബർ. പുള്ളിനെ കണ്ടു കഴിഞ്ഞാൽ ശരിയാണ്. ഈ ലാസ്റ്റ് കണ്ടിട്ടുള്ള 3 സിനിമയും, അതായത് നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിൽ, വാഴ, പിന്നെ ഈ സിനിമ, എന്ത് ഗംഭീരമായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ യൂട്യൂബിൽ കാണുന്ന അതുപോലെ തന്നെയുള്ള എക്സ്പ്രഷൻസും കാര്യങ്ങളാണെങ്കിലും അതിലൊരു പ്രോ വേർഷൻ എന്ന് വിളിക്കാവുന്ന രീതിയിലാണ് സിനിമയിൽ പുള്ളി ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത്. എക്സ്പ്രഷൻ ആവട്ടെ, നോക്കട്ടെ, ചെറിയ മൂളലുകളാവട്ടെ, പ്രത്യേകിച്ച് ഒരു പെറ്റ് ഷോപ്പിൽ നിന്നിട്ടുള്ള ചെറിയ കോമഡി ഒക്കെ ഉണ്ട്. അത് ഒരു ഫാമിലിക്കാരൻ പറയുന്ന ഈ മാറി നിൽക്കുന്ന പറയുന്ന സമയത്ത് കാണിക്കുന്ന ചില സാധനങ്ങളുണ്ട്. അതൊക്കെ എമ്മ കോമഡി എന്ന് പറയൂ, സൂപ്പറാണ്. അവിടെ കാണിക്കുന്ന ഓരോ കയ്യിന്റെ ആക്ഷൻ പോലും നമ്മളെ ചിരിപ്പിക്കും, അത്തരത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ BGM, ഇതിൽ മ്യൂസിക് ചെയ്തിട്ടുള്ളത് നമ്മുടെ പുള്ളിന്റെ പേരെന്താണ്, അയ്യോ, സുശീൽ ശ്യാമിന്റെ കൂടെ ജെയ്ക്സ് ബിജോയ് ആണ്. ഗംഭീരമായിട്ടുള്ള BGMകളായിരുന്നു. ഒട്ടും വെറുപ്പിക്കാത്ത, ആ സാഹചര്യത്തിന് സിറ്റുവേഷൻസിന് മാച്ച് ആയിട്ടുള്ള രീതിയിലാണത് തന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് കോമഡി എലമെന്റുകളൊക്കെ ഉള്ള സമയത്തൊക്കെയുള്ള BGMകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഷറഫുദ്ദീൻ ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ വെച്ച് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഒരു അഭിനയ രീതിയാണ് എനിക്ക് ഈ സിനിമയിൽ തോന്നിയിട്ടുള്ളത്. അത് നായക നടനാണ്. പുള്ളിക്കാരൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നടനായിട്ട് ചെയ്യുന്ന, എന്നാൽ അങ്ങനെ ഒരു കോമഡി ചെയ്യുന്നത് ആദ്യമായിട്ടാണ് നൽകുന്നത്. ഒന്നെങ്കിൽ കോമഡി, അല്ലെങ്കിൽ സഹനടൻ, അല്ലെങ്കിൽ ഫുൾ കോമഡി. ഇത് നായകനാണ്, എന്നാൽ അതിന്റെ കൂടെ കോമഡി കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു ഒരു സംഗതി, അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു തന്നെ അനുഭവിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിൽ പറയാനുള്ളത്, ഈ ഹൊറർ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മിസ്റ്ററി സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ബീജവും മറ്റു സാധനങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ഇത് പ്രസന്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ. അതായത് അവിടെയുള്ള മറ്റു പ്രോപ്പർട്ടീസ് എങ്ങനെ യൂസ് ചെയ്യുന്നു, അവിടെയുള്ള പാത്രങ്ങൾ, സംഭവങ്ങൾ, ഓരോ സാധനങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നു, അത് ആ ഒരാളുടെ ഒരു ഹൊറർ ആണെങ്കിൽ ആ ഒരു ആത്മാവിന്റെ സാന്നിധ്യം കാണിക്കുന്ന സമയത്തുള്ള സംഭവങ്ങൾ, അതൊക്കെ എന്താ എന്താ പറയാ, ഔട്ട്സ്റ്റാൻഡിങ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ക്യാമറ വർക്ക്, ഫ്രെയിംസ്, മൊത്തത്തിൽ ഒരു 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 9.5 ഔട്ട് ഓഫ് 10 ഇതിന്റെ ഫസ്റ്റ് ഹാഫിന് നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സാധനം. സോ അതിനു വേണ്ടി നിങ്ങൾക്ക് സിനിമ കാണാം. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മുടെ ഇതില് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പുള്ളിക്കാരന്റെ പേരെന്താ, നമ്മുടെ ഡയറക്ടർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അച്ഛനായിട്ട് ചെയ്തിട്ടുള്ള പുള്ളിക്കാരന്റെ ക്യാരക്ടർ അതിന്റെ തുമ്പത്തുണ്ട്, കിട്ടുന്നില്ല. എന്തായാലും പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ഇയാളൊരു വെറുപ്പിക്കലുണ്ട്. അത് മാത്രമാണ് ഈ സിനിമയിൽ വൻ വെറുപ്പിക്കലായിട്ട് ഫീൽ ചെയ്തത്. അത് കട്ട് ചെയ്ത് ഒഴിവാക്കണമായിരുന്നു, ആ സീനിന്റെ ആവശ്യമില്ലായിരുന്നു. അങ്ങനെ ഒരു 5, 6, 7 മിനിറ്റ് നേരം ഭയങ്കരമായിട്ടുള്ള ഒരു വെറുപ്പിക്കൽ. ആ വെറുപ്പിക്കൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇത്രയും നേരം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇമ്പാക്ട് മുഴുവൻ ഒറ്റയടിക്ക് പോയിട്ട് നമ്മൾ സിനിമയിൽ നിന്ന് അങ്ങോട്ട് ഔട്ടായി. പിന്നെ കുറച്ച് നേരം സിനിമയിൽ തിരിച്ചു കയറാൻ പേഴ്സണലി എനിക്ക് കുറച്ച് സമയം എടുത്തു. അതിനുശേഷം വന്ന് 2, 3, 4 സീൻ ഈ വെറുപ്പിക്കൽ പോലെ തന്നെ ഫീൽ ചെയ്യുക. പക്ഷെ ഇത് കൈവിട്ട് പോയെന്നൊരു തോന്നൽ. അവിടെ നിന്ന് വീണ്ടും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പെർഫോമൻസിലൂടെ നമ്മുടെ നായകൻ ഷറഫുദ്ദീൻ ഇതിനെ വീണ്ടും തിരിച്ചോടിച്ചു. അങ്ങനെ സിനിമ പിന്നെയും ബാക്കായി. എന്നാൽ ഫസ്റ്റ് ഹാഫിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ആവറേജ് ആയിട്ടുള്ള, മേ ബി ചില സീൻസ് ഒക്കെ ബിലോ ആവറേജ് ആയിട്ടുള്ള അനുഭവമാണ് തന്നിട്ടുള്ളത്. എന്നിരുന്നാലും മോശമല്ലാത്ത ഒരു സംഭവമാണെന്ന് പറയേണ്ടി വരും. കാരണം ഈ ഒരു പുതുമ, വളരെ പുതുമയുള്ള, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ഇവരെടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ത്രെഡാണ് അവരെടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ പ്ലോട്ടാണ്. അതിന് ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ, അതായത് ഒരു എക്സ്പെരിമെന്റൽ മൂവി എന്നുള്ള രീതിയിൽ അവര് ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയേണ്ടി വരും.
എന്നാൽ അതേ സമയം ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ ആ ഫസ്റ്റ് ഹാഫിനോട് ചേർത്ത് തന്നെ അവർ പറഞ്ഞു പോകണമെങ്കിൽ ഭയങ്കര ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് മൂവി ആയിട്ടാണ്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഹാഫിന് കൊടുത്ത 9.5 നമുക്ക് സെക്കൻഡ് ഹാഫിനും കൊടുത്ത മൊത്തത്തിൽ സിനിമയ്ക്ക് തന്നെ നമുക്ക് അതേ റേറ്റിംഗ് കൊടുക്കാമായിരുന്നു. അത്തരത്തിൽ അവർക്ക് ചെയ്യാമായിരുന്ന ഒരു സാധനമാണ്. എന്നാൽ അവർ ആ രീതിയിൽ ചിന്തിക്കാതെ സ്ഥിരം ഒരു ഹൊറർ സിനിമ എങ്ങനെ എൻഡ് ചെയ്യോ ആ രീതിയിലേക്ക് ആക്കാൻ അവർ ശ്രമിച്ചു. അപ്പോഴും നമ്മൾ എടുത്തു പറയേണ്ടത് അവിടെ ചെയ്തിട്ടുള്ള പെർഫോമൻസുകളും അത് മെയ്ക്ക് ചെയ്ത രീതിയും ഗംഭീരമാണ്. നമുക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു മലയാള സിനിമയിൽ ഹോളിവുഡ് സിനിമകളോട് വെല്ലുന്നെന്ന് പറയുന്നില്ല, എന്നാൽ കിടപിടിക്കുന്ന രീതിയിൽ തന്നെ ഓരോ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഈ ഹൊററിന്റെ കുറച്ച് വില്ലന്മാർ വരുന്ന സമയത്തിൽ അതിൽ വില്ലൻ എന്ന് പറയുമ്പോൾ അതിൽ അഭിനയിച്ചിട്ടുള്ള മെയിൻ വില്ലനായിട്ട് കാണിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടറൊക്കെ സൂപ്പർ അഭിനയം കേട്ടോ. ഭയങ്കര രസമുണ്ട് കാണാൻ. ഒരു ഡ്രാക്കുള ഫീലൊക്കെ ഉണ്ട് പുള്ളിക്കാരനെ കാണുമ്പോൾ. ക്ലീൻ ഷേവ് ഒക്കെ അടിച്ചിട്ട് ആ ലുക്കും. ഒരു ഹിന്ദിക്കാരനാണ്. പേരും ഞാൻ നോക്കിയിരുന്നു, എന്തോ ഒരു പേരാണ്, എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല ഇപ്പോൾ. സോ ആ ക്യാരക്ടർ ഗംഭീരമായിരുന്നു. അവരുടെ വേഷമാണെങ്കിലും ആ കോസ്റ്റ്യൂംസ്, മൊത്തത്തിൽ എല്ലാവരുടെയും കോസ്റ്റ്യൂംസ് അടിപൊളിയാണ്. എന്നാലും ഈ വേഷം അടിപൊളിയായിരുന്നു. അതുപോലെ അതിൽ ഭൂമിയിൽ താഴെ നിൽക്കുന്ന ഒരു വൻ ശക്തിയുള്ള ഒരു ലേഡിനെ കാണിക്കുന്നത്, അതൊക്കെ തുടക്കം തന്നെ കാണിക്കുന്നത് ഭയങ്കര സൂപ്പർ ആയിരുന്നു. ഇതൊരു നമ്മൾ മലയാള സിനിമയാണ് കാണുന്ന രീതിയിലൊക്കെ തുടക്കത്തിൽ തോന്നുന്ന രീതിയിൽ കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഗംഭീരമാണ്, നമ്മൾ എടുത്തു പറയണം. പിന്നെ ഞാൻ പറയുന്നു ഒരു എക്സ്പെരിമെന്റൽ സാധനമാണ് അവർ നമ്മുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒരു ആവറേജ് ഫീല് തരാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ട്. ബിലോ ആവറേജിലേക്കൊന്നും പോയിട്ടില്ല. എന്നാൽ ഫസ്റ്റ് ഹാഫിനോട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ബിലോ ആവറേജ് ആയിട്ടേ സെക്കൻഡ് ഹാഫ് തോന്നുകയുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഫസ്റ്റ് ഹാഫിന് ഒരു 9.5 ഔട്ട് ഓഫ് 10 കൊടുത്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിനൊരു 5.5 ഔട്ട് ഓഫ് 10 ഇത്ര കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിൽ തന്നെ ഒന്ന് രണ്ട് സീനുകൾ കുറച്ച് ബോറായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്തു. എന്നാലും സിനിമ നല്ല സൂപ്പർ സിനിമയാണ്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പേര് ഐശ്വര്യലക്ഷ്മിയുടെയാണ്. ഐശ്വര്യലക്ഷ്മിയുടെ അഭിനയത്തിന്റെ കാര്യത്തിലൊന്നും ഒരു ഡൗട്ടും ഇല്ല. ഗംഭീര ആക്ട്രസ് ആണ്. നന്നായിട്ട് ചെയ്യാറുണ്ട്. ഏത് കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാലും അടിപൊളിയായിട്ട് ചെയ്യാറുണ്ട്. ഇവിടെ എനിക്ക് എടുത്തു പറയുന്നത് പുള്ളിക്കാരന്റെ ഒരു ലുക്കാണ്. ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാൻ. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഈ സ്പെക്സ് ഒക്കെ വെച്ച് മുടിയൊക്കെ വേറെ സ്റ്റൈൽ ചെയ്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഭയങ്കര രസമുണ്ട് കാണാൻ. എനിക്ക് അതാണ് ഒരു ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്തത്. മറ്റുള്ള ഒരു കുറെ സിനിമകൾ ഉണ്ടെങ്കിലും എനിക്ക് ഇത്ര ഭംഗിയായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഇൻട്രോ സീൻസിലൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. ഒരു കോഫി ഷോപ്പിലേക്ക് വരുന്ന സീനൊക്കെ ഉണ്ട്, അത് ഭയങ്കര സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അഭിനയവും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് ജഗദീഷിനെയാണ്. ജഗദീഷ് ഈ പറഞ്ഞ പോലെ നമ്മൾ കുറേ സിനിമകൾ ഇപ്പൊ ഈ അടുത്ത് കണ്ടിട്ടുള്ള സിനിമകളിലൊക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇതിലും ഡിഫറെന്റ് ആയിട്ടുള്ള സ്വഭാവമുള്ള ഒരു ക്യാരക്ടറാണ്. എന്നാലും അങ്ങനെ എടുത്തു പറയത്തക്ക രീതിയിലുള്ള സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ ഈ ഔട്ട് ഓഫ് ദ സിലബസ് ചിന്തിക്കരുത്. എന്നാൽ കഥയിൽ ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്, അയാൾ എങ്ങനെ ചെയ്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ തരക്കേടില്ലാത്ത രീതിയിൽ മാന്യമായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാവുന്ന ഒരു സിനിമ. തീർച്ചയായിട്ടും കാണാവുന്ന പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫിന് വേണ്ടി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. അത്ര നല്ലൊരു സിനിമയാണ്. പിന്നെ എല്ലാവർക്കും സെക്കൻഡ് ഹാഫ് വർക്ക് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾക്കൊരു എക്സ്പെരിമെന്റൽ സാധനമാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നല്ലൊരു എബോ ആവറേജ് ഫീൽ നിങ്ങൾക്ക് തന്നേക്കാം സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് ഈസ് മസ്റ്റ് വാച്ച്. സോ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ മറക്കാതെ കമന്റിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മൊത്തത്തിൽ സിനിമയ്ക്ക് എത്ര റേറ്റിംഗ് കൊടുക്കുന്നു വെച്ചാൽ ഒരു 7 ഔട്ട് ഓഫ് 10 കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു.